ഇന്ന് വന്നിരിക്കുന്നത് ബ്രെഡും പഴവും ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. റോബസ്റ്റ പഴം തന്നെ വേണമെന്നില്ല, നേന്ത്രപ്പഴമോ ചെറിയ പഴമോ ഏത് വേണമെങ്കിലും എടുക്കാം. നല്ല പഴുത്ത പഴമാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് ഞാനിപ്പോൾ ഇവിടെ ഫോക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സിയിലൊന്നും അരക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ആ ഒരു ബൈറ്റ് കിട്ടുന്ന രീതിയിൽ വേണം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നല്ലപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമ്മുടെ ബ്രെഡിനൊക്കെ മധുരമുണ്ട്, അപ്പോൾ അതിനും കൂടെ നോക്കിയിട്ട് വേണം. ഞാനിവിടെ 1.5 ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം വന്നിട്ടുണ്ടാവും. ഈ ഒരു പറ്റിലാണ് നമ്മൾ ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബ്രെഡ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. സാധാരണ മിൽക്ക് ബ്രെഡാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. വീറ്റ് ബ്രെഡോ ഏതെങ്കിലും ബ്രെഡ് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് കൊടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പൊടിച്ചെടുത്ത ബ്രെഡ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പഴത്തിന്റെ കൂട്ടുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ കറക്റ്റ് പാകത്തിന് മിക്സ് ആവട്ടോ. ഇനി ചിലപ്പോൾ നിങ്ങൾ പഴം എടുക്കുന്നത് കൂടുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ബ്രെഡിന്റെ അളവ് കൂട്ടിയാൽ മതി. ഇപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ ഇപ്പോൾ പാകത്തിന് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു മധുരമൊക്കെ ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുത്ത് ഞാൻ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടി ചേർക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം. പിന്നെ ഒരു 1 ടീസ്പൂൺ കോൺഫ്ലവർ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി കോൺഫ്ലോറിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടിയും ചേർത്താൽ മതി. ഇത് ആ ഒരു ചെറിയൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി ചേർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, ഒഴിവാക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളുടെ കൂട്ട് ഇതുപോലെ കട്ടിയായിട്ട് വേണം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം ആക്കിയതിന് ശേഷം അതൊന്ന് ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. വെള്ളമോ എണ്ണയോ എന്തെങ്കിലും കയ്യിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഉരുളകളാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും ഞാനിതുപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഡീപ് ഫ്രൈ ചെയ്യാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഞാൻ ആദ്യമേ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ചൂടായ എണ്ണയിലോട്ടേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോൾസും ഇട്ട് കൊടുക്കാം. ഇനി പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണ ഒന്ന് ചെറുതായിട്ട് തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും എണ്ണ എത്തുന്ന രീതിയിലോട്ടേക്ക് ആയിക്കോളും. പിന്നെ നമ്മൾ ഉരുട്ടി ഇട്ടുകൊണ്ട് തന്നെ എണ്ണ ഇങ്ങനെ തട്ടിക്കൊടുക്കുമ്പോൾ അത് ചെറുതായിട്ട് ഇളകി വന്ന് തന്നെത്താൻ ഒന്ന് ഇളകി കളിച്ചോളും. അപ്പോൾ അതുപോലെ ചെയ്താൽ മതി. അതിലോട്ടേക്ക് ആദ്യമേ ഇട്ട് തട്ടണ്ട, അപ്പോൾ എന്ന് വെച്ചാൽ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ എണ്ണയിൽ ഒന്ന് തട്ടിക്കൊടുക്കുന്നേ ഉള്ളൂ. അതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആയതിനു ശേഷം പിന്നെ അതിൽ തൊട്ടാൽ കുഴപ്പമില്ല, അത് പൊട്ടില്ല, കാരണം നല്ല ഒരു ക്രിസ്പിനെസ് വന്നിട്ടുണ്ടാവും അതിന്. അപ്പോൾ നോക്കൂ, ഇതിപ്പോൾ ഇവിടെ കറക്റ്റ് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത്രേ വേണ്ടൂ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ സോഫ്റ്റ് ആയിരിക്കും. വളരെ എളുപ്പത്തിൽ 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നിങ്ങൾ ചായ തിളപ്പിക്കാൻ വെച്ചിട്ട് ഇപ്പുറത്തോട്ട് ഇത് ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചായ ആകുമ്പോഴേക്കും സ്നാക്കും റെഡിയാകും. അപ്പോൾ നല്ല ക്രിസ്പിയാണ്. ഞാനിതിപ്പോൾ പൊട്ടിച്ച് കാണിച്ചു തരാം. പുറമേ ഒരു അത്യാവശ്യം ക്രിസ്പിനെസ് ഉണ്ടാവും, ഉള്ളിൽ നല്ല സ്പോഞ്ചി ആയിരിക്കും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു ഈവനിങ് സ്നാക്ക് എല്ലാവരും പരീക്ഷിച്ച് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എൻ്റെ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്.